വെൽക്കം ടു റസിയാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ട്. അപ്പോൾ ഈ ഗ്രീൻ ചട്നി സാൻഡ്വിച്ച് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. നമുക്ക് സാൻഡ്വിച്ചിന് വേണ്ട ഗ്രീൻ ചട്നി റെഡിയാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ 1 കപ്പ് മല്ലിയില എടുത്തിട്ടുണ്ട്, പിന്നെ 1/2 കപ്പ് പുതിന, പിന്നെ ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ 3 ടേബിൾ സ്പൂൺ നാളികേരം, പിന്നെ 1/2 ടീസ്പൂൺ ചാട്ട് മസാല, പിന്നെ 1/2 ലെമൺ എടുത്തിട്ടുണ്ട്. ഈ ചട്നി നമ്മൾ നേരത്തെ തന്നെ അരച്ച് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ലെമൺ ജ്യൂസ് ഒഴുകി ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. മല്ലിയിലയും പുതിനയൊക്കെ നല്ല ഫ്രഷ് ആയിരിക്കണം കേട്ടോ, നല്ല ചട്നിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഒരുവിധം അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്നും കൂടി അരച്ചെടുക്കാം. നമ്മൾ ചട്നി നന്നായി അരഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ലൈം ജ്യൂസും കൂടി എനിക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്, അത് ഓപ്ഷനിലാണ് കേട്ടോ. പിന്നെ കുറച്ച് പൊട്ടാറ്റോ പുഴുങ്ങി സ്ലൈസ് ചെയ്തതാണ്, പിന്നെ ക്യാപ്സിക്കം, തക്കാളി, കുക്കുംബർ, പിന്നെ നമ്മൾ അരച്ച ഗ്രീൻ ചട്നി, ബട്ടർ, പിന്നെ ചാട്ട് മസാല. ബട്ടറൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ. ഇനി അത് 2 സ്ലൈസ് ബ്രെഡ് എടുത്തതിന് ശേഷം ആ ബ്രെഡിൻ്റെ 2 സൈഡിലും കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫില്ലിങ് വെക്കുന്ന ആ ഭാഗത്ത് കുറച്ചധികം, പിന്നെ നമ്മൾ പാനിൽ ഗ്രില്ല് ചെയ്യുമ്പോൾ ആ പാനിൽ വെക്കുന്ന ആ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് 2 സ്ലൈസിലൊന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്തെടുക്കാം. ബട്ടറിൻ്റെ അളവ് കുറച്ച് കൂടുമ്പോൾ നല്ല ടേസ്റ്റാണ്, പക്ഷേ നമുക്ക് പിന്നെ നമ്മളെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ബട്ടർ തേച്ചാൽ മതി കേട്ടോ. ബട്ടർ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിനി 1 ടീസ്പൂൺ ഗ്രീൻ ചട്നി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് ഇതേപോലെ തന്നെ നന്നായി എല്ലായിടത്തും ആവുന്ന രീതിയിൽ നമുക്ക് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് 2 സ്ലൈസിലും ഗ്രീൻ ചട്നി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എരിവൊക്കെ വേണമെങ്കിൽ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ആദ്യം പൊട്ടാറ്റോ വെച്ചെടുക്കാം. പൊട്ടാറ്റോ ഞാൻ വല്ലാതെ തിന്നായിപ്പോയി ഞാൻ സ്ലൈസ് ചെയ്തത്, അതുകൊണ്ട് എടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടി പോകുന്നുണ്ട്. അത് ഫുള്ള് ബ്രെഡിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മേലെ ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ അതിൻ്റെ മേലെ തക്കാളി വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുക്കുംബറാണ്, അപ്പോൾ നമുക്ക് അതിൻ്റെ മേലെ കുക്കുംബറും കൂടി വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മേലായിട്ട് കുറച്ച് ചാട്ട് മസാല ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ മേലെ കുറച്ച് ചീസും കൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ മേലെ മറ്റേ സ്ലൈസ് ബ്രെഡും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാനിലും
പിന്നെ സാൻഡ്വിച്ച് മേക്കറിലും ഗ്രില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് സാൻഡ്വിച്ച് മേക്കറിൽ വെച്ചൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സാൻഡ്വിച്ച് മേക്കർ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാൻഡ്വിച്ച് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ 2 സാൻഡ്വിച്ച് ഞാൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് അതിൽ വെച്ച് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. നമ്മുടെ സാൻഡ്വിച്ചിൽ വെജിറ്റബിൾസ് മാത്രമേ ഉള്ളെങ്കിലും ആ ഗ്രീൻ ചട്നിയും ആ ചാട്ട് മസാലൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നമ്മൾ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സാൻഡ്വിച്ച് പാനിൽ ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ച് പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ നമുക്ക് സാൻഡ്വിച്ച് വെച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം 2 സൈഡും ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.